Hi, hello, welcome back to my official YouTube channel, Vlogs by Kiran Black. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, മഴക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മുടെ ഹെയറിനായാലും നമ്മുടെ ഫേസിനായാലും നമ്മൾ ഫുൾ ബോഡി ഉള്ളിലും അകത്തും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് രോഗങ്ങൾ പിടിക്കാനായിട്ടുള്ളൊരു ടൈമായ ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ചെറിയ ഫേസ് പാക്ക്, നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അത് ആദ്യം തന്നെ പറയാം. ചെറിയ സാധനങ്ങളാണെങ്കിലും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മുടെ ടാനും നമ്മുടെ സ്കിൻ ഗ്ലോയിനും നല്ല സ്ട്രക്ചർ ആകാനും ഒക്കെ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ അതിനകത്ത് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് അരിപ്പൊടി നമ്മുടെ അറിയാലോ, ഒരു ക്ലെൻസിങ് ഏജന്റ് ആണ് അരിപ്പൊടി. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പൊടി, അഴുക്കും, എന്താ പറയുക, ഓയിലൊക്കെ നമ്മുടെ ഇന്ന് റിമൂവ് ചെയ്യാനായിട്ട് അരിപ്പൊടി നല്ലൊരു ക്ലെൻസിങ് ഏജന്റ് ആണ്. വിറ്റാമിൻ ബി റിച്ച് ആണ്. അപ്പോൾ നമുക്ക് അത് അരിപ്പൊടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ തന്നെ പച്ചരിയോ ഏത് അരി ആയാലും കഴുകി പൊടിച്ച് യൂസ് ചെയ്യാം. ഇപ്പം അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് ആയാലും കുഴപ്പമില്ല. പുട്ടിന്റെ മേടിക്കാണ്ടിരിക്കുക. നമ്മുടെ ഈ അപ്പവും പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി അത് കുറച്ചും കൂടി തരി കുറവായിരിക്കും, മറ്റേത് ഭയങ്കര തരി കൂടുതലായിരിക്കും. അപ്പം അത് യൂസ് ചെയ്യാൻ നോക്കാം. ഏത് ഇതായാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഉഴുന്ന് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ദോശമാവിൻ്റെ ഇത് അരച്ചത് വേണമെങ്കിലും ഫേസിൽ പെരട്ടാം. നല്ലൊരു ക്ലെൻസിങ് ഏജന്റാണ്. നമ്മുടെ സ്കിന്നിലെ അഴുക്കൊക്കെ എടുത്ത് കളയുന്ന ഒരു ഏജന്റാണ്. നമ്മുടെ ഡാർക്ക് സർക്കിൾസും റിങ്കിൾസും എന്താ പറയുക പിഗ്മെന്റേഷൻ കുറയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അരിപ്പൊടി. പിന്നെ അതിനകത്തേക്ക് വേണ്ട അടുത്തത് തൈരാണ്. അറിയാലോ, തൈര് ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. ബ്ലീച്ചിങ് ഏജന്റ് നമ്മുടെ സ്കിന്നിന്റെ സ്ട്രക്ചർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തൈര് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ അടുത്തത് വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി അറിയാലോ, ആന്റി ബാക്ടീരിയൽ ആണ്. നമുക്ക് എന്താ പറയുക, നമ്മൾ വിഷാംശങ്ങളൊക്കെ കളയാൻ വേണ്ടി നമ്മുടെ ഉള്ളിൽ കഴിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇത് അല്ലെ. പാലിലൊക്കെ നമ്മൾ കഴുകി കുടിക്കും. പക്ഷെ മഞ്ഞൾ രണ്ടുണ്ട്, പച്ചമഞ്ഞളും ഉണ്ട്, കസ്തൂരി മഞ്ഞളും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ മഞ്ഞൾ സ്ഥിരം യൂസ് ചെയ്യുന്നവരായതാണോ ആ മഞ്ഞൾ തന്നെ യൂസ് ചെയ്യാം. അല്ലാത്തവർ കുഴപ്പമൊന്നുമില്ല, ഏത് മഞ്ഞൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് കസ്തൂരി മഞ്ഞളാണ്. പിന്നെ കസ്തൂരി മഞ്ഞൾ പിന്നെ യൂസ് ചെയ്യുന്നത് തക്കാളി നീരാണ്. തക്കാളി നീര് നമ്മുടെ ടാനൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ തക്കാളി ഫേഷ്യലൊക്കെ നമ്മൾ ചെയ്യാറുള്ളതാണ്. തക്കാളിയുടെ സ്കിൻ പീലൊക്കെ ചെയ്യാറുള്ളവരുണ്ട്. അപ്പൊ തക്കാളി നല്ലൊരു ടാൻ റിമൂവറാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചറൊക്കെ നല്ല രീതിയിലാക്കി തരുന്ന ഒരു ഇതാണ് തക്കാളി. നമ്മൾ തക്കാളി കഴിക്കുന്നത് നല്ലതാണ്, സ്കിന്നിലും ഇതാക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെയിലത്തൊക്കെ പോയി വന്നതാണെങ്കിൽ, വെയിലിപ്പോൾ മഴക്കാലമാണ്, നല്ല ഇടക്ക് വെയിലുണ്ടാവില്ല. വെയിലത്ത് പുറത്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്, നല്ല ടാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി രണ്ടായിട്ട് മുറിച്ചിട്ട് നന്നായിട്ട് ഫേഷ്യൽ ചെയ്ത് കൊടുത്തൊരു 10-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അഴുക്കും ടാനൊക്കെ പോകും. അതുപോലെ തന്നെ തൈരും എന്താ പറയുക, നല്ല തണുത്ത തൈരും ഇതേപോലെ തന്നെ റബ്ബ് ചെയ്ത് വെറുതെ റബ്ബ് ചെയ്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നല്ലൊരു ഗ്ലോ കിട്ടും ഫേസിന്. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യണേന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മഞ്ഞപ്പൊടി അലർജി ഉള്ളവരുണ്ടെങ്കിൽ മാക്സിമം മഞ്ഞപ്പൊടി യൂസ് ചെയ്യാണ്ടിരിക്കുക, കുഴപ്പമില്ല. പിന്നെ തൈര് അലർജി ഉള്ളവരുണ്ട്, ഈ ഓയിൽ സ്കിന്ന്, കുരു കൂടുതലുള്ളവരൊക്കെ തൈര് യൂസ് ചെയ്യാണ്ടിരിക്കുക. തൈരിന് പകരം നമുക്ക് റോസ് വാട്ടറോ അല്ലെങ്കിൽ കുക്കുംബറിന്റെ നീരോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. കാരണം തൈര് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നന്നായിട്ട് പയറുപൊടിയൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കടലമാവ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്താലേ ഇത് മാറ്റും. അതിൻ്റെ ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മുഖക്കുരു കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് രണ്ടും നോക്കാം. മഞ്ഞപ്പൊടി അലർജി ഉള്ളവരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ സ്ഥിരം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. പിന്നെ അലർജി ആണെങ്കിൽ അത് ഒഴിവാക്കുക. തൈരും ഒഴിവാക്കുക. തൈര് മുഖക്കുരു ഉള്ളവർ, ഓയിൽ സ്കിന്നി ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ തൈരും മാക്സിമം ഒഴിവാക്കാൻ നോക്കാം കേട്ടോ. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ഫേസിലിട്ട് കാണിച്ചു തരാം. ബൗളിൽ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഫേസിലും കയ്യിലൊക്കെ ഇടുന്നതുണ്ട്, എല്ലായിടത്തും ഇടാം നമുക്ക്. ഫേസിലും കയ്യിലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 ഗ്രാംസോളം മതി അരിപ്പൊടി. ഞാനൊരു 50 ഗ്രാം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇതാക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് എന്താ പറയുക, അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്യാം. അപ്പോൾ അരിപ്പൊടിയിലേക്ക് നമുക്ക് ഇനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നമുക്ക് ഏത് മഞ്ഞൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഏത് മഞ്ഞൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. പച്ചമഞ്ഞളോ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞളോ. ഞാൻ കസ്തൂരി മഞ്ഞളാണ് എടുത്തത്. പിന്നെ ഒരു കാര്യം, മഞ്ഞൾ അലർജി ഉള്ളവർക്ക് മഞ്ഞൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇത് ആഡ് ചെയ്യാം.
ഇനി ഇതിനകത്തേക്ക് അടുത്തത് ആഡ് ചെയ്യുന്നത് നമ്മൾ തക്കാളി നീരാണ്. തക്കാളി ജ്യൂസ് അടിച്ചിട്ട് അതിന്റെ നീരാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഞാനൊരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഒരു തക്കാളി ജ്യൂസ് അടിച്ച് അതിന്റെ നീര് മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ തക്കാളി നീര് ആഡ് ചെയ്തു. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം. അപ്പോൾ നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള ഇതൊന്ന് ഇതാകാനായിട്ടുള്ള തൈര് കേട്ടോ. അധികം തൈര് ചേർക്കരുത്. നമ്മൾ നോക്കി വേണം ചേർക്കാനായിട്ട്. അധികം വെള്ളമായി പോരും. നമുക്കൊരു പാക്ക് പോലെ ഇത്തിരി കട്ടിപ്പ് വേണം. അപ്പോൾ ആദ്യം ഞാൻ ഇത്ര ഇതാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു കുഴം അത്ര ലൂസ് ആക്കരുത് കേട്ടോ. നമ്മുടെ ഫേസിൽ തേച്ചിട്ട് ഒരു പാക്ക് ടൈപ്പ് നമ്മൾ മുൾട്ടാനി മുൾട്ടിയൊക്കെ മിക്സ് ചെയ്യില്ല, അതേപോലെ തന്നെ ഇപ്പം തൈരിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തൈര് ആഡ് ചെയ്യാത്തവർക്കാണെങ്കിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിന് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല കണ്ട ഇങ്ങനെ ഒഴുകാത്ത രീതിയിൽ ഇതാക്കി. ഇനി നമുക്കിത് ഫേസിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. കണ്ണിന്റെ ചുറ്റും അടിയിലൊന്നും വിട്ടിട്ട് ഇത്രയും ഭാഗം വിട്ടിട്ട് ബാക്കി എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇപ്പൊ കണ്ണിന്റെ അവിടെ ഇതാക്കണമെങ്കിൽ എന്റെ വീഡിയോ കിടപ്പുണ്ട്. നമ്മുടെ ടാൻ റിമൂവ് ചെയ്യണം, നമ്മുടെ ഡി ടാൻ, അത് വെറുതെ കണ്ണിന്റെ അടി തേച്ച് കൊടുക്കാം കേട്ടോ. കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാം. കണ്ണിന്റെ അടി ഇവിടെയൊക്കെ തേച്ച് കൊടുക്കാം. ഓക്കെ, കാണാം. അയാളൊക്കെ തേച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഫുൾ തേച്ച് കൊടുത്തിട്ട് കാണാം. അപ്പോൾ ഞാൻ ഫേസിലൊക്കെ തേച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം. ഞാൻ കയ്യിൽ തേക്കണ്ടേ, ഭയങ്കര ടാനായിട്ട് കയ്യിലൊക്കെ ഞാൻ തേച്ചു. അധികം ലൂസാണ് ഇത്. നമുക്ക് ആഴ്ചയിൽ എന്താ പറയുക 2 പ്രാവശ്യമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അതിൽ കൂടുതൽ യൂസ് ചെയ്യണ്ട. ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഏത് പ്രായക്കാർക്കാണെങ്കിലും കേട്ടോ, ഒരു 12 വയസ്സിന് മുകളിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന, നമ്മൾ ഇതൊക്കെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊരു നാച്ചുറലാണ്, ഒരു കെമിക്കലും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഇത് കഴിക്കുന്ന സാധനം തന്നെ ഇത് നമുക്ക് ഇതാക്കി. ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യട്ടെ. ഞാനിപ്പോൾ ഫുൾ ഫേസ് ഇട്ട് കഴുത്തിട്ട് കൈ. ഇത് വാഷ് ഔട്ട് ചെയ്യേണ്ടത് 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം. നമുക്ക് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യേണ്ട. വെറുതെ ഇതാക്കിയിട്ട് പയറ് പൊടിയോ കടലമാവോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതാക്കിയാൽ മതി. സോപ്പ് ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യട്ടെ. നിങ്ങൾ ഫേസ് വാഷ് വെച്ച് ഇതാക്കുന്നവരുണ്ടെങ്കിൽ ഫേസ് വാഷ് വെച്ച് ഇതാക്കാം. അപ്പോൾ ഫേസ് വാഷ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ പലരും പലത് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്തത് നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആയി പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷ് അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇതാക്കണം, കാരണം തൈരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലപോലെ വാഷ് ഔട്ട് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ മുഖക്കുരു വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്താൽ മതി. നന്നായിട്ട് പയറുപൊടി അത് എന്തെങ്കിലുമൊക്കെ വെച്ച് വാഷ് ഔട്ട് ചെയ്താൽ മതി. ഞാൻ പയറുപൊടി വെച്ചാണ് വാഷ് ഔട്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് റെസ്റ്റ് കൊടുക്കാം. അരിമാവല്ല, അപ്പം ഇങ്ങനെ ഇത് ഉണങ്ങി വരും. പൊടി പോലെ ഉണങ്ങി വരും കേട്ടോ. അപ്പോൾ തൈര് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ആയാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇട്ടിട്ട് 10 മിനിറ്റ് ആയി കണ്ടത്. ഇവിടെയൊക്കെ ഉണങ്ങി വന്ന്
ഇതിങ്ങനെ ഉണങ്ങുമ്പോഴത്തേക്കും പൊടി 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 പോലെ ഇങ്ങനെ ഇതാവും കണ്ടോ. ഇത് ഉണങ്ങി 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി, അതിൽ കൂടുതൽ വെക്കേണ്ട. നമുക്കിത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പയറുപൊടി അല്ലെങ്കിൽ കടലമാവ് എന്തെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ പയറുപൊടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഫുള്ളും കഴുകിയിട്ട് പയറുപൊടി വെച്ച് നന്നായിട്ട് അപ്വേർഡായിട്ട് മസാജ് ചെയ്യണേ. ഇങ്ങനെ എപ്പോഴും നമ്മൾ ഫേസ് കഴുകുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ കഴുകാൻ നോക്കുക. താഴത്തോട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഡൗൺ ആവും, നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും ഫേസിൽ നമ്മൾ എന്ത് ചെയ്താലും ഫേസ് വാഷ് വെച്ച് ഫേസ് കഴുകിയാലും നമ്മളെപ്പോഴും അപ്വേർഡായിട്ട് എല്ലാം ചെയ്യാൻ നോക്കും. അപ്പോൾ അതെ ഫേസൊക്കെ വാഷ് ചെയ്തതേ റിസൾട്ട് കണ്ടോ. ഇവിടുത്തെ ടാനൊക്കെ പോയി ഇങ്ങനെ കരിവാളിപ്പ് ഓയിലൊക്കെ ഓയിലായിട്ട് എന്ന് വെച്ചാൽ എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഓയിലായിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുറഞ്ഞു കിട്ടിയത്. കൈ നോക്കും, കയ്യിൽ ഭയങ്കര ഡിഫറൻസ്. കൈ ഞാൻ അധികം ഫേസ് പിന്നെ ഞാൻ എപ്പോഴും ഡെയിലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കാരണം എനിക്ക് അത്ര ഇതായിട്ട് എന്താ പറയുക ടാൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ കൈ നല്ല ടാനായിരുന്നു. കൈ നല്ല പോലെ വരുന്നു, നല്ല എന്താ പറയുക ടാൻ അടിച്ച്. കയ്യിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. കയ്യിൽ നിന്ന് ഞാനിട്ട് പയറുപൊടിയും കൂടിയിട്ട് ഫുൾ ബോഡി കുളിച്ചപ്പോഴത്തേക്കും നല്ല രസമുണ്ട്, നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഒരു എന്താ പറയുക ഇനി ഒരു മഴക്കാലത്തിൻ്റെ മൺസൂൺ ഹെയർ കെയർ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.